നമസ്കാരം കേരള. ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിന് ഗുരുതര പാർശ്വഫലങ്ങളുള്ളതായി വാക്സിൻ കമ്പനി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇതിനോടനുബന്ധിച്ച മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ് മകൻ ചാണ്ടി ഉമ്മൻ. പിതാവ് ഉമ്മൻചാണ്ടി കോവിഡ് വാക്സിൻ സ്വീകരിച്ചില്ലെന്നും പിതാവിന്റെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് കോവിഡ് വാക്സിൻ നൽകാതിരുന്നതുമെന്നുമാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വാക്സിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ചാണ്ടിയുടെ ഈ വിശദീകരണം. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു പ്രതികരണം അറിയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസത്തിലായിരുന്നു കോവിഡ് സമയത്ത് ഇന്ത്യയിലും മറ്റും വിതരണം ചെയ്തിരുന്ന ആസ്ട്രസെനക വാക്സിൻ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് നിർമ്മാതാക്കൾ തുറന്നു പറഞ്ഞിരുന്നത്. മറ്റെല്ലാ ചികിത്സകളും പിതാവിന് നൽകിയിരുന്നുവെന്നും കുടുംബപരമായി എടുത്ത തീരുമാനമാണ് വാക്സിൻ നൽകേണ്ടതില്ല എന്നതും ചാണ്ടി ഉമ്മൻ തുറന്നു പറഞ്ഞു. നേരത്തെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിക്ക് മകനും കുടുംബവും ചികിത്സ നിഷേധിച്ചുവെന്ന ആരോപണവുമായി പ്രമുഖ ഓൺലൈൻ മാധ്യമം രംഗത്തെത്തിയിരുന്നു. എന്നാൽ താൻ തന്റെ പിതാവിനെ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നും കോവിഡ് വാക്സിൻ നിർമ്മാതാക്കൾ തന്നെ ഗുരുതര പാർശ്വഫലം ഉണ്ടാക്കുമെന്ന് സമ്മതിച്ച സന്ദർഭത്തിൽ അത് തെളിഞ്ഞുവെന്നും തെറ്റായ രീതിയിൽ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമം മാപ്പ് പറയണമെന്നും ചാണ്ടി ഉമ്മൻ പറയുകയും ചെയ്തു. ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിന് ഗുരുതര പാർശ്വഫലമാണുള്ളതെന്ന് വാക്സിൻ കമ്പനി തന്നെ ഇപ്പോൾ UK കോടതിയിൽ സമ്മതിച്ചിരിക്കുകയാണ്. വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന TTS എന്ന അവസ്ഥയുണ്ടാകുന്നതായും കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. UK കോടതിയിൽ ഫെബ്രുവരിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വാക്സിൻ എടുത്തതിന് പിന്നാലെ തലച്ചോറിൽ രക്തം കട്ടപിടിച്ച് ആശുപത്രിയിലായ ബ്രിട്ടീഷ് സ്വദേശിയായ 44-കാരൻ നൽകിയ കേസിലാണ് കമ്പനി സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നാണ് ആസ്ട്രസെനക കോവിഷീൽഡ് വാക്സിൻ അവതരിപ്പിച്ചത്.